കണ്ണുകളുടെ കർശനമായ നിയന്ത്രണത്തെക്കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം, ഇന്ന് വരെ എൻ്റെ ശ്രദ്ധയിൽ ആരും തന്നെ ഈ കണ്ണുകളുടെ ആത്മീയ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും കണ്ണുകളെ കർശനമായി നിയന്ത്രിച്ചാൽ ഒരു മനുഷ്യന്, ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കാൻ പോകുന്ന ആത്മീയ നേട്ടങ്ങളെക്കുറിച്ചും ആരും വളരെ കൃത്യമായി കർശനമായി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇനി ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു യഥാർത്ഥ വിശ്വാസി കണ്ണുകളെ കർശനമായി നിയന്ത്രിച്ചാൽ അവന് ലഭിക്കാൻ പോകുന്ന ആത്മീയ നന്മകളെക്കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ കർശനമായി കണ്ണുകളെ നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് അവന് വളരെയധികം ആത്മീയ നന്മകൾ ഈശോ നൽകും. അതുപോലെ തന്നെ അവന് അമൂല്യങ്ങളായ, നമ്മൾ കേൾക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ വളരെ അപൂർവങ്ങളായ വരങ്ങളാലും ദാനങ്ങളാലും ഈശോ അവനെ നിറയ്ക്കും. ഇത് എൻ്റെ അനുഭവം കൂടിയാണ് ഈ പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരു ആത്മീയതയ്ക്കും, കപടമായിട്ടുള്ള ആത്മീയതയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള മനുഷ്യർക്ക്, അതായത് കണ്ണുകളെ കർശനമായി നിയന്ത്രിക്കുന്ന മനുഷ്യർക്ക് വലിയ വിവേചനാവരം, അതായത് പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാനും ആത്മാക്കളെ വിവേചിച്ചറിയാനും ഒക്കെയുള്ള വലിയ വലിയ ആത്മീയ സിദ്ധികൾ ഈശോ നൽകും. അതോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെ വരം, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ പിന്നീട് സംസാരിക്കാം. വലിയ അറിവിൻ്റെ വരമൊക്കെ ഈശോ നൽകും. അങ്ങനെ കണ്ണുകളെ കർശനമായി നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ, അവൻ മറ്റുള്ള ആത്മീയമായിട്ട് ജീവിക്കുന്ന ആത്മീയ മനുഷ്യരെക്കാളും വളരെ വ്യത്യസ്തനും ആത്മീയമായി അതിശക്തനും കരുത്തനുമായിരിക്കും. ഇത് എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള വളരെ അപൂർവം ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അപൂർവം മനുഷ്യരേ ഉള്ളൂ, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വലിയ വലിയ ആത്മീയമായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മീയ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ പ്രകടമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ പോലും ആത്മീയമായിട്ട് നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആത്മീയ കൃപകൾ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തെ പ്രതി കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കുന്നവർക്ക് ഈശോ ദാനം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവർക്ക് വലിയ അഭിഷേകമായിരിക്കും. അവർ തൊടുകയോ ആരുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യത്തിലൂടെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മറ്റുള്ളവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ കൂടി അനുഭവമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ഈശോ പറയുന്നത് പോലെ വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ വളരെ കർശനമായി നിയന്ത്രിക്കുക എന്നാണ്.